ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ആരുമില്ല എൻ്റെ വീട്ടിൽ. ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു സിംഗിൾ ഡേ ഇൻ മൈ ഹോം. അതാണ് ഞാൻ കാണിക്കാൻ പോണത് ഗൈസ്. ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നിങ്ങൾ കാണിച്ചു തരാം ഗൈസ്. ഓറിയോ അവള് കുറക്കാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ 9:30 നോർമലി ഞാൻ ജോലിക്ക് പോകുമ്പോൾ എന്താ പറയാൻ ഒരു 7:30 മണിക്കൊക്കെ തന്നെ ഉറക്കം എണീക്കണം ഗൈസ്. നേരത്തെ ഇന്ന് 9:30 കഴിച്ച് ഗൈസ്. ഇനി എൻ്റെ മോർണിംഗ് ദിനചര്യകളൊക്കെ ഒന്ന് കഴിയട്ടെ. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, 7%. ഞാൻ രാവിലെ ഉറക്കം വെച്ച ശേഷം കളിക്കുന്നത് ഇവളോടാണ് ഗൈസ്. ഇവളാണെങ്കിൽ എൻ്റെ പൊന്നെ കടിച്ച് പണ്ടാരാണെങ്കിൽ കളയും. കയ്യിൽ മര്യാദയ്ക്കൊന്നും വെച്ചിട്ട് നമ്മൾ സമ്മതിക്കില്ല ഗൈസ്. എന്നിട്ട് ഞാൻ പിന്നെ എന്തെന്ന് ഉറക്കം കഴിച്ചിട്ട് ഞാൻ പിന്നെ പല്ലൊക്കെ തേച്ച്, പല്ല് തേക്കണം കുറച്ച് ടാസ്ക്കാണ്. എൻ്റെ പേസ് തെറിച്ച് ഗൈസ്. പല്ല് തേക്കണം കുറച്ച് ടാസ്ക്കാണ് എന്ന് വെച്ചാൽ അത്രയും സൂക്ഷിച്ചാണ് പല്ലിക്കാൻ പറ്റും. അല്ലെങ്കിൽ കമ്പിയുടെ ഒക്കെ തുരുത്തിരുത്തും, നിങ്ങൾക്ക് മുത്തൊക്കെ ഇളകി പോകും ഗൈസ്. അതൊക്കെ വെച്ച് പാടും. പിന്നെ ഞാൻ പോൺസിൻ്റെ ഫേസ് വാഷ് വെച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി ഗൈസ്. എന്ന് വെച്ചാൽ ഇത് നല്ല ഒരു ഫേസ് വാഷാണ് പോൺസിൻ്റെ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എൻ്റെ ഫേവററ്റ് ഗൈസ്. എന്നിട്ട് ഞാൻ എന്തായാലും മുടിയൊക്കെ ഒന്ന് അഴിച്ച് പറക്കി കെട്ടി ഒതുക്കി വെച്ച് ഗൈസ്. എന്ന് വെച്ചാൽ മുടി നമ്മളിങ്ങനെ കെട്ടി വയ്ക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ കെട്ടി വയ്ക്കാറില്ല വീട്ടിൽ നിൽക്കുമ്പോൾ. അതുകൊണ്ട് ഇങ്ങനെ ചുരുട്ടി മടക്കി അങ്ങ് ഒരു ക്ലിപ്പ് വയ്ക്കും, അത്ര തന്നെ. ഇതിപ്പോൾ ഞാൻ ഒരുങ്ങണ വേറെ ഒന്നുമല്ല ഗൈസ്. എൻ്റെ ഫുഡ് ഇപ്പോൾ വരും. ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ പണികളെല്ലാം കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഓറിയോനെ കുളിപ്പിച്ച്, പിന്നെ അതിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത്, ടോബിക്ക് ഫുഡ് കൊടുത്ത്, പിന്നെ ഇവിടെയൊക്കെ തൂത്തുവാരി പാത്രം കുറച്ച് കഴുകാറുണ്ട് ഗൈസ്. അങ്ങനെ ഇനി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഗൈസ്. ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയും ചേച്ചിയും ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അവർ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഒരു കുഴിമന്തി ഓർഡർ ചെയ്തത്. ഫുള്ള് ഹാഫ് ഒന്നുമില്ല, ക്വാർട്ടർ മന്തി ഓർഡർ ചെയ്തത്. പിന്നെ അത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് നിൽക്കുകയാണ് ചെയ്യണത്. എന്നിപ്പോൾ കുറച്ച് സമയം ടി വി ഇട്ട് കാണുമ്പോഴത്തേക്കും അവൻ വരുമായിരിക്കും അല്ലേ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ ഗൈസ്. ഇനി കഴിച്ചിട്ട് വേണം വല്ല പറഞ്ഞു. എനിക്ക് ഒരുപാട് നനയ്ക്കാൻ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെയാണ് ഞാൻ വെളിയിൽ നോക്കിയപ്പം നല്ല മഴക്കോള്. ഞാൻ എന്ന് ഓഫ് എടുത്ത് നനയ്ക്കാമെന്ന് വിചാരിക്കും, അന്നൊക്കെ മഴയാണ് ഗൈസ്. അങ്ങനെ അപ്പം ഇപ്പോൾ വെയിലുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ എന്തെങ്കിലും നനയ്ക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് അറിഞ്ഞിട്ടാണ് ഈ വിളിക്കണത് കാക്കടന്ന്. എൻ്റെ ഏതോ ഒരു ആയത്തെ വീഡിയോയിൽ കാക്കയ്ക്ക് ഭയങ്കര വിളിയായിരുന്നു ഗൈസ്. എപ്പോൾ വീഡിയോ എടുത്താലും കാക്ക വന്നിട്ട്. അപ്പോൾ ഞാൻ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് വെളിയിൽ പോയിരിക്കാം. അങ്ങനെ എൻ്റെ സുഖിച്ചിട്ട് തന്നെ എൻ്റെ കുഴിമന്തിയുമായിട്ട് എത്തിക്കഴിഞ്ഞു ഗൈസ്. അങ്ങനെ എന്താ ഞാൻ മണപ്പിച്ച് പറക്കി എടുത്തു. എൻ്റെ പൊന്നെ എന്തായാലും മണം. പരിപാടി നമ്മൾ ടി വി ഇടണം. ഓക്കെ, ടി വി ഇട്ടു. ബിഗ് ബോസിൽ ഞാൻ ഇന്നലെ പകുതി കണ്ടില്ല ഗൈസ്. അപ്പത്തിൻ്റെ അച്ഛൻ വന്ന് വാർത്ത ഇട്ടു. ഞാൻ ബിഗ് ബോസിൽ കാണാൻ പറ്റില്ല. ബിഗ് ബോസ് കാണുമ്പോൾ എനിക്കുണ്ട് ഗൈസ്. പാത്രമൊക്കെ എടുത്തിട്ട് കഴുകാനുണ്ട് ഗൈസ്. ഇത്രയും പാത്രം കഴുകണം. കഴുകണം. കൈ കഴുകുക. ഫസ്റ്റ് ഓഫ് ഓൾ വാഷ് യുവർ ഹാൻഡ്, ദെൻ ക്ലീൻ യുവർ പ്ലേറ്റ്. പാത്രവും കഴുകണം ഗൈസ്. വലിയ പാത്രം വേണ്ടി വരൂ. ഞാൻ എന്തായാലും അത്ര ഒരുമിച്ച് കഴിക്കാൻ പോണില്ലല്ലോ. ഒരു ബേസിനും കൂടി എടുക്കാം. കൊതിയാണ് ഗൈസ്, ഒരുതരം വല്ലാത്തൊരു കൊതി മന്തിയോട്. ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. ഇപ്പം എല്ലാവർക്കും ഒരു പറച്ചിലുണ്ട്, ഞാൻ ഡയറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാം കഴിക്കണുണ്ടല്ല, വീഡിയോയിലെല്ലാം നീ കഴിക്കണുണ്ടല്ല എന്നൊക്കെ ഒരു പറച്ചിലുണ്ട് ഗൈസ്. എനിക്ക് വെറും പുല്ലാണത്. എന്താ വെച്ചാൽ എനിക്കിഷ്ടമുള്ള പോലെ കഴിക്കാൻ പറ്റും. ഞാൻ കഴിക്കണത് പോയി ഞാൻ ബേൺ ചെയ്ത് കളയും. ഓക്കെ, അപ്പം ഞാൻ കുഴിമന്തി കഴിക്കുമ്പോഴും എല്ലാവരും ഇതുപോലെ പറയും.
ഞാൻ പുറത്ത് ഭയങ്കര ഡയറ്റും അകത്ത് ഭയങ്കര തീറ്റിയുമാണെന്ന് ഗൈസ് പറയും. എനിക്കതൊന്നൊരു വിഷയമേ അല്ല. അയ്യോ കൈ കഴിക്കണേ, ഒരു മിനിറ്റ്. ഗൈസ്, അയ്യോ ബിഗ് ബോസ് ഞാൻ ഇന്നലെ കണ്ട പക്കത്തിൽ തന്നെ ഇപ്പോഴും കാണുന്നു. ഗൈസ് എടുത്ത് വയ്ക്കട്ടെ, അല്ലെങ്കിൽ കാണിച്ചേ. ഒത്തിരിയൊന്നും ഞാൻ കഴിക്കാൻ പോണില്ലല്ലോ. ഞാൻ എൻ്റെ പാത്രത്തിലോട്ട് എൻ്റെ കുഴിമന്തി അരിമണികളെ ഞാൻ തട്ടിയിട്ട് ഗൈസ് 2 സ്പൂൺ എടുത്തോളൂ. കാരണം എന്ന് വെച്ചാൽ എന്തിനാണ് ഒരുപാട് കഴിക്കുമ്പോഴത്തേനും എനിക്ക് വല്ല തലയൊക്കെ വേദനിക്കും. അങ്ങനെ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചെടുത്തിട്ട് കുറച്ച് മയണൈസും കുറച്ച് ചിക്കനും വെച്ചിട്ട് എല്ലാവരെയും കുത്തി കാണിച്ചു ഗൈസ്. പിന്നെ ഇടയ്ക്ക് എൻ്റെ പല്ലിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, കമ്പീൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ കാര്യമാക്കിയത് ഇതൊരു പുളിരസം പോലത്തെ ഒരു ഭാഗ്യം കൊള്ളില്ല ഗൈസ്. എനിക്ക് മറ്റേ ഇറാനിൽ പോകുമ്പോൾ അവിടെ ഒരു പുളി നല്ല മധുരമുള്ളൊരു സാധനം കിട്ടും, ഒരു എന്താ പറയുക, എനിക്കെനിക്കണ്ട ഗൈസ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും കൂട്ടി കുഴിച്ച് കഴിക്കുക, അതും മയണൈസും ചോറും കൂടി ഇട്ട് കഴിക്കുക, ചോറല്ല മതിയും കൂടി ഇട്ട് കഴിക്കാനായിട്ട്. പക്ഷേ ഇതൊരുമാതിരി പുളിരസങ്ങളൊക്കെ അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആ ഒരു ടൊമാറ്റോ ഉണ്ടാകും, അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അങ്ങനെ ഞാൻ ചിക്കൻ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു ഗായ് സെറ്റ് സാധനം നല്ല സോഫ്റ്റ് ആയിരുന്നു. എൻ്റെ പല്ലധികം ഞാൻ ബലം പ്രയോഗിക്കേണ്ടി വന്നില്ല. അങ്ങനെ അതും നുള്ളി പറക്കി തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അമൃതയിലൊരു സാധനം കണ്ട് ഗൈസ് കാണിച്ചത്. കൊന്ന് ഗായ്സ് അതിനെ, ആ പാട്ടിനെ കൊന്ന്. കൈരളിയല്ല, അമൃത ചാനല്. പക്ഷേ എങ്കിലല്ല ഗായ്സ്, ഞാന് ഒരു സിനിമ കാണാൻ പോവുകയാണ്. ഒറ്റയ്ക്കാണ് കാണുന്നത്. ഫോണിൽ വേറൊരിടത്തും അല്ല, ഫോണിൽ തന്നെ. പ്രേമലു കാണണം ഗൈസ്. ഫയർ വീത്ത് ആണ് ഗൈസ്. എനിക്കിപ്പോൾ ഇത്തപ്പൂരം കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം എടുത്ത് അത്ര എടുത്തുള്ളൂ. അപ്പോൾ കഴിക്കുമ്പോൾ തന്നെ എനിക്ക് വയറ് ഭയങ്കരമായിട്ട് വേദനിക്കും. അങ്ങനെ കുറേ തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇത് സിനിമ കാണണം. നനയ്ക്കാന്ന് വിചാരിച്ചപ്പോൾ ഗൈസ് കണ്ടില്ല, നല്ല മഴ, ഹെവി റെയിൻ. ഗുഡ് ഈവനിങ് ഗൈസ്. അങ്ങനെ ഞാൻ പ്രേമലു കണ്ടുകൊണ്ടിരുന്ന പകുതിയായപ്പോൾ എനിക്ക് ഉറക്കം വന്നു. അങ്ങനെ ഞാൻ എന്തോന്നു, ഞാൻ ഫോൺ കയ്യിൽ തന്നെ ഉറങ്ങി താഴെ വീണു. അങ്ങനെ ഫോണോട് വെച്ചിട്ട് ഞാൻ സുഖമായിട്ട് ഇടന്ന് പറയും. എനിക്കൊരു കോൾ വന്നപ്പോഴും ചാടി വീണ കഴിച്ച. എന്നിട്ട് ഞാൻ ബാക്കിയും കൂടി കണ്ടു. എനിക്കാണെങ്കിൽ ഒരുമാതിരി വായിക്കകത്ത് വെള്ളം ഇല്ലാത്ത പോലെ ആയിപ്പോ ഗൈസ്, തൊണ്ട വരണ്ട് അങ്ങനത്തെ ആണ് ഇതായിപ്പോ. അങ്ങനെ അത് നമ്മളിപ്പം ബിരിയാണി കഴിച്ചാലും മന്തി കഴിച്ചാലും ഫ്രൈഡ് റൈസ് കഴിച്ചാലും എന്ത് കഴിച്ചാലും ഭയങ്കരമായിട്ട് വെള്ളദാഹം വരും. അതായത് ഈ ചൂട് കൊണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ഭയങ്കര വെള്ളദാഹം. 2 ലിറ്ററിന്റെ കുപ്പിയിൽ വെള്ളമാണ് ഞാൻ കുടിക്കണേ ഇപ്പൊ. സത്യം പറഞ്ഞാൽ കഴിച്ചുകൊണ്ട് ഉറങ്ങാൻ പാടില്ല ഗൈസ്. പിന്നെ ഉറങ്ങിപ്പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി കുളിക്കണം. പറ്റുമെങ്കിൽ എനിക്ക് ഓറിയോനെ കൊണ്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ട്. അവളെ ഹോസ്പിറ്റലിൽ കാണിക്കണം എനിക്കുണ്ട്. അയാളുടെ ദേഹത്ത് ഒരുമാതിരി കുരു പോലെ. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് എനിക്കുണ്ട്. അവിടെ 5 മണിക്ക് ശേഷം തുറക്കുള്ളൂ. നോക്കട്ടെ, പറ്റുമെങ്കിൽ കൊണ്ട് കാണിക്കാം. പിന്നെ ഒരു 6-6:30 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുളിക്കാൻ കയറി ഗൈസ്. അങ്ങനെ കുളിച്ചതിന് ശേഷമാണ് അത് ചെയ്യണത്. നമ്മുടെ ഫേഷ്യലിൽ മുഖത്തെ ഹെയർ എടുത്ത് കളയുന്നതാണ് ഗൈസ്. എന്ന് വെച്ചാൽ കുഞ്ഞായിട്ട് വളർന്നു തോന്നുന്നുണ്ട്. ഞാൻ വിചാരിച്ച് എടുത്ത് കളയാന്ന്. അങ്ങനെ അതിൻ്റെ പുറത്തായിരുന്നു മെല്ലെ യുദ്ധവും പിടിപാടും ഒക്കെ. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് യൂസ് ചെയ്യണം. അങ്ങനെയൊന്നുമില്ല ഗൈസ്, മുറിയൊന്നുമില്ല, സെറ്റ് സാധനം തന്നെ കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്.
ഞാൻ പിന്നെ കുളിച്ച് കയറിയോണ്ട് പിന്നെ മുഖം കഴുകാൻ നിന്നില്ല. പിന്നെ ഞാൻ ഈ ബാം ഇട്ടിട്ടാണ് പിടിച്ചത്. പിന്നെ കഴിഞ്ഞതിന് ശേഷവും, അതായത് ആഫ്റ്റർ റേസറിന് ശേഷം, എന്ത് ഞാൻ പറയണേ, ആഫ്റ്റർ നമ്മൾ ആ മുഖത്തെ ഹെയർ എടുത്തതിന് ശേഷം നമ്മൾ എന്താ പറയുക, ആ ബാം ഇടണം. എന്നിട്ട് ഞാൻ ഈ മുടിയൊക്കെ ഫാനിൻ്റെ മുന്നിൽ വെച്ച് ഉണക്കി സെറ്റ് ആക്കിയാണ് ഗൈസ്. ഇതിനിടയ്ക്ക് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടു. നിങ്ങൾ ജസ്റ്റ് കാണിക്കാത്തതാണ്, വെറുതെ എന്തിനാണ് ഷോ ഇറക്കണത്. വീട്ടിൽ നിൽക്കുമ്പോൾ എന്നൊക്കെ നഖം വളർത്തുന്നുണ്ട് ഗൈസ്. ഇത് നഖം ഒട്ടുമില്ല, അതിപ്പോൾ പല്ല് കമ്പി ഇട്ടുകൊണ്ട് കടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. നഖം വളർന്നു. ഇനി എനിക്ക് വേറെ പരിപാടികളൊന്നുമില്ല. ഇനി രാത്രിക്ക് വല്ല മുട്ടയും പൊരിച്ചിരുന്നുകൊണ്ട് കയറി കിടന്ന് ഉറങ്ങണം. അത്ര ഉള്ളു പരിപാടിയില്ല. അപ്പൊ ഗൈസ്, ഇന്നത്തെ എൻ്റെ ഒറ്റയ്ക്കുള്ളൊരു ദിവസം ഇത്രയൊക്കെ തന്നെയാണ് ഗൈസ്. വേറെ പരിപാടികളൊന്നുമില്ല. എനിക്ക് എവിടേക്കോ പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു എൻ്റെ ഓറിയോനെ കൊണ്ടാണ്. പക്ഷെ എനിക്ക് ഇന്നത്തെ ഉറക്കം എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങൂല, അത് വേറെ കാര്യം. അങ്ങനെ ഒന്നും നടന്നില്ല, ഉറക്കം മാത്രമേ നടന്നോളൂ. ഉറക്കവും തീറ്റയും മാത്രം നടന്നോളൂ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. വീട്ടിൽ ഒറ്റയ്ക്കാകുമ്പോൾ ഓരോരിടത്തും പോവാതെ ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ട് ഇതൊക്കെ തന്നെ ആയിരിക്കും ചെയ്യണത്. അങ്ങനെ കുടിച്ചും പറക്കി ഇരുന്നപ്പോ ഗൈസ് എനിക്ക് നുള്ളിപ്പറക്കി തിന്നാ ഒന്നുമില്ല ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ അന്നൊരു ദിവസം മുന്നേ വാങ്ങിച്ചത് ഒരു ചീസി പോപ്കോൺ ഉണ്ടാ. അത് മറ്റേ നമ്മുടെ കുക്കറിലിട്ട് നമ്മൾ 3 മിനിറ്റ് കൊണ്ട് ഇത് ഹോട്ട് ആൻഡ് ഫ്രഷ് പോപ്കോൺ പൊട്ടിയാട്ടോ ഗൈസ്. ഞാൻ ഇതിന്റെ പൊട്ടിച്ച് വീത്തി ഒഴിക്കട്ടെ. ഗൈസ്, ഇത് ഒരെണ്ണം പൊട്ടി വന്നാൽ നമുക്ക് മറ്റേത് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചു വെക്കാം. അപ്പം ബാക്കിയുള്ളവരും ടപ്പനെ പൊട്ടിക്കോളും. ഇപ്പോൾ ഒന്നുപോലും പൊട്ടിയിട്ടില്ല. വെയിറ്റ് ചെയ്യാം. യെസ് ഗൈസ്, പൊട്ടി തുടങ്ങി. അയ്യോ ഒരു മിനിറ്റ്. അതിനകത്ത് വെടിയും പുകയെല്ലാം കേൾക്കുന്നുണ്ട്. നല്ലൊരു മണം ഗൈസ്, മണം. അപ്പൊ ഗൈസ്, നമ്മുടെ പോപ്കോൺ റെഡി ആയി കഴിഞ്ഞു ഗൈസ്. ഇനി ഇതും കുറച്ചുകൊണ്ട് തീ വേണം, അത്ര തന്നെ. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു.